എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്റ്റേഷൻ ടെസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് മുമ്പും ഞാൻ ഡിക്റ്റേഷൻ ടെസ്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നിലധികം ഡിക്റ്റേഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇതുവരെയായിട്ടും ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് പോലും പാസ്സാവാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പാസ്സാവാൻ കഴിയാത്തത്, അതുപോലെ തന്നെ അതിൻ്റെ റീസൺ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പലരും ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ഹാൻഡ് കോഴ്സ് കഴിഞ്ഞിറങ്ങിയവരുണ്ടാവും, പിന്നെ വർഷങ്ങളായിട്ട് അതായത് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരുണ്ടാവും. എല്ലാത്തരം ആൾക്കാർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഡിക്റ്റേഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ്, അതുപോലെ തന്നെ എഴുതുന്നത് ശരിയാവാതിരിക്കുക, അതുപോലെ തന്നെ എഴുതിയത് തിരിച്ച് വായിക്കാൻ പറ്റാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നിലധികം ഡിക്റ്റേഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് അത് പാസ്സാവാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ചിറങ്ങിയിട്ടൊരു 5-6 വർഷം കഴിഞ്ഞു. അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല, പ്രാക്ടീസിൻ്റെ പോരായ്മ അല്ലെങ്കിൽ അതിൽ വരുന്ന മിസ്റ്റേക്കാണ് പ്രധാനമായിട്ട് ഈ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഫെയിലാവാൻ കാരണം. ഇത് പലരും ഫേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എനിക്ക് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പ്രാക്ടീസ് ചെയ്താലും നമ്മൾ ആ എക്സാം ഹാളിലെത്തുമ്പോൾ അവർ ഡിക്റ്റേഷൻ വായിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ടെൻഷൻ കൂടിയിട്ട് ഒന്നും എഴുതിയെടുക്കാനും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് 80 വേർഡ്സ് പെർ മിനിറ്റ് ആണെങ്കിലും സ്പീഡ് വളരെ കൂടുതലായിട്ട് തോന്നുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എഴുതിയത് തിരിച്ച് വായിക്കാനും പറ്റുന്നില്ല. ഈ ഒരു പ്രശ്നം നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ടച്ച് വിട്ടുപോയി, പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ എഴുതി പഠിക്കും, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. പക്ഷേ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഡിക്റ്റേഷൻ ടെസ്റ്റ് നമുക്ക് ഒരു വീഡിയോ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ഓഡിയോ ക്ലാസ് ആയിട്ടോ നമുക്ക് അവൈലബിൾ ആയിരിക്കും. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ല ഡിക്റ്റേഷൻസ് കിട്ടും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യില്ല, പ്രാക്ടീസ് ചെയ്യില്ല. അതൊരു പോരായ്മയാണ്. നമ്മൾ എത്ര നന്നായിട്ട് എഴുതി പഠിച്ചാലും നമുക്ക് ഇപ്പോൾ വരുന്ന ടീച്ചേഴ്സിൻ്റെ വോയിസ്, അതുപോലെ തന്നെ അവരെ പ്രൊനൗൺസിയേഷൻ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. അപ്പോൾ ഈ സ്പീഡുമായിട്ട് നമ്മൾ അത്രയ്ക്ക് എന്താവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയമാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സാമിന് പോകുമ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിലർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു വീഡിയോ ഇട്ട പോലെ തന്നെ പെൻസിൽ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പം മോനോടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എക്സാം തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പേജ് മറിക്കുന്നത് ശീലമാവണം. അതും ഒരു മെയിനായിട്ടുള്ള പോയിൻ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സ്പീഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഡിക്റ്റേഷൻ നമ്മൾ എക്സാമിന് എടുക്കുന്ന ബുക്ക്, അതായത് ഡിക്റ്റേഷൻ ടെസ്റ്റിനുള്ള ചെറിയ നോട്ടിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബേസൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കുക. അത്യാവശ്യം പാരഗ്രാഫുകളൊക്കെ എഴുതി തുടങ്ങിയതിന് ശേഷം ചെയ്യേണ്ടത് പാരഗ്രാഫുകൾ നമുക്ക് ഈ കൈലാഷ് ചന്ദ്ര ഡിക്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല PDF കിട്ടും. അതിൽ നമുക്ക് ഇംഗ്ലീഷിലുള്ളതും അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ഉള്ളതും നല്ല ഒരു ഇതാണ്, PDF ആണ്. അത് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിൽ കുറേ അധികം അഡ്വാൻസ്ഡ് ഫ്രീസിയോഗ്രാഫിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു മാറ്റം വരും. പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ ഏത് വോളിയാണോ ഡൗൺലോഡ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ ആ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിക്റ്റേഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതി പഠിച്ചതിന് ശേഷം അതേ ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ സ്പീഡ് വേണ്ടത് ആ ഒരു സ്പീഡിൻ്റെ തന്നെ ഈ കൈലാഷ് ചന്ദ്ര ഡിക്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ കുറേയധികം വീഡിയോസ് അവൈലബിൾ ആണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പാരഗ്രാഫ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടുകൂടി തന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒരു പാരഗ്രാഫ്, ഇതുപോലെ പാരഗ്രാഫ് അല്ലെങ്കിൽ 5 മിനിറ്റുള്ള ഡിക്റ്റേഷൻ എഴുതിയിട്ട്
അത് നിങ്ങൾ മാക്സിമം സെലക്ട് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ അടക്കമുള്ള ഡിക്റ്റേഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഡിക്റ്റേഷൻസ് എടുത്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ എഴുതിയത് തിരിച്ചൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒമിറ്റായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്ലൈൻ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഔട്ട്ലൈൻ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി പഠിക്കുക. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് നല്ല രീതിയിൽ ഓർമ്മ വെക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് ശ്രീലക്ഷ്മി സ്റ്റെനോ അക്കാദമി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അത് ഡിക്റ്റേഷന് ഏറ്റവും ബെസ്റ്റ് ചാനലാണ്. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഡിക്റ്റേഷൻസ് തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് PSC എക്സാം ഈ ഒരു ഡിക്റ്റേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റിന് പോകുമ്പം എപ്പോഴും എളുപ്പമുള്ള പാരഗ്രാഫുകൾ വരാൻ സാധ്യതയില്ല. നല്ല രീതിയിൽ ടഫുള്ള പാരഗ്രാഫുകളായിരിക്കും മിക്കവാറും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രയും നല്ല ഡിഫിക്കൽട്ടായിട്ട് വരുന്ന വേർഡ്സും പിന്നെ അഡ്വാൻസ്ഡ് ഫ്രേസിയോഗ്രാഫി, കോൺട്രാക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ലോവർ ആണെങ്കിലും ഹയർ ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ ആ ഒരു എക്സാമിന് ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസം ഉണ്ടാവുമല്ലോ, 15 ദിവസം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം ഈ ഒരു ഡിക്റ്റേഷൻസ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡിക്റ്റേഷൻസ് എടുക്കുക. ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽസ് അവൈലബിൾ ആണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ചാനലാണ് ശ്രീലക്ഷ്മി സ്റ്റെനോ അക്കാദമി. ഓക്കെ, അതിലുള്ള വീഡിയോസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിക്റ്റേഷൻസാണ് വരുന്നത് അതിൽ. അപ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എക്സാമിന് പോകുമ്പോൾ മാക്സിമം ടെൻഷൻ ഒഴിവാക്കുക. പിന്നെ എക്സാം സെൻറ്ററിൽ കുറച്ച് നേരത്തെ എത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക, മാക്സിമം ടെൻഷൻസ് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ മാക്സിമം ഒരു വായിക്കുന്ന ടൈമിൽ ഫസ്റ്റത്തെ കുറച്ച് വേർഡ്സൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ കൂടുതൽ വേർഡ്സ് ഓർത്ത് വെച്ചിട്ട് എഴുതാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുന്നത് പ്രാക്ടീസിലൂടെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലും കൂടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഒരു ഡിക്റ്റേഷൻ നമ്മൾ എഴുതാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരു എക്സാം വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. മാക്സിമം പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ മാക്സിമം അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ അതാണ് നിങ്ങളുടെ പ്ലസ് പോയിൻ്റ്. അതായത് മാക്സിമം ഒമിഷൻസ് ഇല്ലാതെ അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ പാരഗ്രാഫുകൾ കറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് പാസ്സാകാൻ വേണ്ടിയിട്ട് കഴിയും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.